ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. റീഡിങ്ങും ഫ്രീ അല്ല, പേയ്മെൻ്റ് ഉള്ളതാണ്. ആദ്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്താണ്? 3 of Wands. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. കണ്ടോ? Seven of Cups, 7 of Wands, the Star, the Hanged Man, Four of Pentacles, 6 of Swords, 10 of Wands, 9 of Pentacles, the Shadow Side, 8 of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 3 of Swords ആണ്. കണ്ടില്ല? The burden, awareness, we are the world, going with the flow, inner voice. ഇവിടെ സ്ലോയിങ് ഡൗൺ എന്നാണ് വന്നിരിക്കുന്നത്. കേട്ടില്ല? സ്ലോയിങ് ഡൗൺ, മെല്ലെ പോക്കുക. പയ്യെ തിന്നാൽ പനയും തിന്നാം. അതുപോലെ ക്ഷമയോടുകൂടി പതുക്കെ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചു കിട്ടുന്നതാണ്. അല്ലാതെ ധൃതി പിടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വിഷമിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാവാം. അതുകൊണ്ട് പതുക്കെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന 3 of Wands ആണ്. 3 of Wands ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടിയോ കാത്തു നിൽക്കുകയാണ്, വെയിറ്റിങ്ങിലാണ് നിങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ വരാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിക്കാര്യത്തിന് വേണ്ടിയുള്ള ശ്രമമാവാം, വിസയ്ക്ക് വേണ്ടിയാവാം, പാസ്പോർട്ടിന് വേണ്ടിയാവാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി ഉണ്ട് ഇവിടെ. അത് നിങ്ങളിലേക്ക് വന്നു ചേരുമോ ഇല്ലയോ എന്നുള്ള കാത്തിരിപ്പാണ് ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അത് നിങ്ങളിലേക്ക് വന്നു ചേരും, വന്നു ചേരാതിരിക്കത്തില്ല. അടുത്തതായിട്ട് ഇത് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നത്. അത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇവിടെ. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുവഴി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, തെറ്റേത് ശരിയേതെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാനുള്ള കഴിവുണ്ട്. അങ്ങനെ സ്വയം നല്ല രീതിയിൽ സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാർക്ക് എന്ത് മനസ്സിലാകാൻ സാധിക്കും? നല്ല ആൾക്കാരെയും മോശം ആൾക്കാർ. നല്ല ആൾക്കാർ, മോശം ആൾക്കാരെന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, നെഗറ്റീവിലേക്ക് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ, അങ്ങനെയും ഉണ്ടാകുമല്ലോ. നമ്മളിവിടെ ഒരു വീഡിയോ കണ്ടു. എപ്പോഴും അവർ കാണുന്നത് എങ്ങനെയാണ്? അവർ ഈ വീഡിയോ കാണുന്നത് നെഗറ്റീവ് ചിന്താഗതിയോട് കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് ഇടാൻ തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഏഞ്ചൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഏഞ്ചൽസിനെ കുറിച്ച് വളരെ മോശമായിട്ട്. നമ്മൾ അത് കണ്ടില്ല എന്ന് നടിക്കുക, അതല്ല എനിക്ക് പറ്റൂ. അപ്പോൾ ഇവരത് വീഡിയോ കാണുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ചിന്താഗതിയോട് കൂടിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കാത്തിരിക്കുന്ന കാര്യം ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നത്?
നിങ്ങളെല്ലാവരുടെയും കാര്യമല്ല, ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവന് അപ്പോൾ ഏഞ്ചൽസിൽ വിശ്വാസമില്ലാത്ത ഒരാൾ, ഏഞ്ചൽസിൽ വിശ്വാസമില്ല, ഡിവൈനിൽ വിശ്വാസമില്ല എങ്കിൽ, ഏഞ്ചൽസിൽ വിശ്വാസമുണ്ടെങ്കിൽ ഡിവൈനിലും വിശ്വാസമുണ്ടാകും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് കൂടുതലായിട്ടും ഈ റീഡിങ് കാണുന്നത്. ഇതിലൊരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദൈവികപരമായ കാര്യങ്ങളിലും വിശ്വാസം കാണും. ഇതിപ്പോൾ അങ്ങനെ ഒന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാവാം ഈ വീഡിയോ കാണുന്നത്. അങ്ങനെ വിശ്വാസമില്ലാത്തവർ എന്തിനാണ് ഈ വീഡിയോ കാണുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് മൈൻഡെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ചില സമയങ്ങളുണ്ടാകാം, അല്ലേ? തീർച്ചയായിട്ടും ചില സമയത്ത് നമ്മൾക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത ചില അവസരങ്ങൾ ഉണ്ടാവാം. പക്ഷേ അവിടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ കുറച്ചൊന്ന് വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ വരാം. എങ്ങനെ വേണം, കുറച്ചൊന്ന് നെഗറ്റീവാകും. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവിടെ ചിലപ്പോൾ ചില നിമിഷങ്ങളൊന്ന് നെഗറ്റീവാകും. കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ മാറിക്കിട്ടും. നിങ്ങൾ മെൻ്റലി ഒന്ന് ഡൗൺ ആവുന്ന ചില അവസരം. എല്ലായ്പ്പോഴും എപ്പോഴും ഞാൻ പോസിറ്റീവായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് എപ്പോഴും എല്ലാവരും ഞാൻ തന്നെ എപ്പോഴും അങ്ങ് പോസിറ്റീവായിട്ടിരിക്കണമെന്നില്ല. പല സമയത്തും മെൻ്റലി നമ്മൾ ഡൗൺ ആവാം. പിന്നെ നമ്മൾ അതിനെ ഉയർത്തിക്കൊണ്ട് വരികയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോസിറ്റിവിറ്റി അനുഭവിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ 7 of Wands, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ പ്രശ്നങ്ങൾ ബുദ്ധിയുള്ളവർ എന്താണ് ചെയ്യുന്നത്? പ്രശ്നങ്ങളെ തരണം ചെയ്യും, അല്ലാതെ കരഞ്ഞു കൂവി ഇരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല, അല്ലേ? അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന ആൾക്കാരുടെ എനർജി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലൂടെ ജേതാവാകണം. ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പറ്റുന്നത്രയും നമ്മളെ കൊണ്ട് തുടച്ചു നീക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തുടച്ചു നീക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോവുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോവുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ. അതാണ് അതിനുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാൽ എന്താണ്? ആ ശ്രമത്തിൽ നമ്മൾ വിജയിക്കാതിരിക്കില്ല. സ്റ്റാർ ആവാനുള്ള പദവി വന്നിട്ടുണ്ട് നിങ്ങൾക്ക്, അതിനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹെൽത്തും വെൽത്തും ഇമ്പ്രൂവ് ആവുന്ന ഒരു സമയം വരുന്നുണ്ട്. തീർച്ചയായിട്ടും പലരും ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് നിങ്ങളിലേക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നത്. ഹെൽത്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് വെൽത്ത് കൂടി ആകർഷിച്ച് വരും. അപ്പോൾ അതിനായിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തുക. നിങ്ങളിലേക്ക് ധാരാളമായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്ന ഒരവസ്ഥ, അതുവഴി നിങ്ങൾ ഒരു താരമായിട്ട് തിളങ്ങാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതുവഴി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പ്രശസ്തിയിലേക്ക് പോകാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളിലേക്ക് മുൻപോട്ട് ഇങ്ങനെ പോകാൻ സാധിക്കും. മുകളിലേക്കുള്ള ഉയർച്ച നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. താരമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന താരമുണ്ടല്ലോ, നക്ഷത്രം. അതാണ് പറയുന്നത്. ആ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങളിലേക്ക് കുറേ നല്ല ഉയർച്ച വരാൻ പോകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പലരും ചിലപ്പോഴൊക്കെ ചിലർ ബുദ്ധിയുണ്ടെങ്കിൽ കൂടെയും ചിലപ്പോൾ തലകീഴായിട്ട് നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാവാം. എങ്ങനെ വേണം, മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് ചിന്തിച്ചിട്ട് അത് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലേക്കും പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പലപ്പോഴും എന്നാൽ പോവുകയും ചെയ്യാം. ചില സമയത്ത് നമുക്ക് എനർജി ഡൗൺ ആവും. നമ്മളത് സ്വയം മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ ഇവിടെ പലരിലും കാണാൻ കഴിയുന്നു. അത് ഇവിടെ നിന്ന് വാങ്ങാൻ ഷാഡോ സൈഡ് സ്വന്തം നിഴൽ കാണുന്ന അവസ്ഥയുണ്ട്. നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ എന്താണ് കൂടെ നമ്മുടെ നിഴൽ, അതൊരു കറുത്ത നിഴലാവാം. അത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം ഒന്ന് പരിഭ്രമിച്ച് പോകാം, അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഭ്രമം വരുന്നത്? ഓർക്കാപ്പുറത്ത് കാണുന്നതാണ്. അപ്പോൾ ഓർക്കാപ്പുറത്ത് ചില അടികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. ഇവിടെ കണ്ടില്ലേ, 8 of Swords ആണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ 8 of Swords വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ദുർബലരാണെന്ന് കാണുന്നുണ്ട്. പലരും പല വീടുകളിൽ കുടുംബപരമായ കാര്യങ്ങളിലും എന്താണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. മറ്റുള്ളവർ ചിലപ്പോൾ അമ്മായിയമ്മ പോരാ, അല്ലെങ്കിൽ നാത്തൂൻ പോരാ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. അതിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്ന് മുന്നോട്ട് കടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ദുർബലമായി പോകുന്ന ഒരവസ്ഥ. മനസ്സിലായില്ല? എന്ത് ചെയ്യുമെന്ന് ഒത്തിരി ക്ഷമിച്ച് കഴിയുന്ന ആൾക്കാരും ഉണ്ടാവാം. പക്ഷെ ചിലർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുറേ കാലം കഴിയും എന്നുള്ളതാണ് ഇവിടെ
കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്തതിനെയൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട, ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക. ആവശ്യമുള്ള രീതിയിൽ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുക. സാമ്പത്തികം ലഭിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ 6 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു. എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ വലിയ പ്രതീക്ഷയോടും കൂടിയുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ, യാത്ര പോകാനുള്ള പുറപ്പാടിൽ. ആ യാത്രയെന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധ്യമാകുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതാണ്. ഒരു വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക്, ഒരു താമസ സ്ഥലത്ത് നിന്നും മറ്റൊരു താമസ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തിയെ കാണാനായിട്ട് ചില സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്നുണ്ട്. നിങ്ങൾ അവരിലേക്കും അടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 10 ഓഫ് വാൻസ് വന്നിരിക്കുന്നത് പറയുന്നത് എന്താണ്? പുതിയൊരു ലൈഫിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ മൊത്തം നെഗറ്റിവിറ്റിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള അവസരം വന്നിരിക്കുന്നു. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയാം. പുതിയൊരു ലൈഫിൻ്റെ തുടക്കമുണ്ട് ഇവിടെ. ഭാരം താങ്ങി തോളുകൾ നിങ്ങളുടേത് തോളുകൾ ക്ഷീണിച്ചു, ദുർബലരായി നിങ്ങൾ. അപ്പോൾ അവിടെ നിങ്ങളെന്താണ്? അടുത്തൊരു ഭാരത്തിലേക്ക് പോവുകയാണ്. അതൊരു സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്കാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. കാരണം 9 ഓഫ് പെൻറ്റക്കിൾസാണ് അടുത്ത് വന്നിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഈ ഭാരത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്താണ്? സമൃദ്ധിയിലേക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തമാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ സാമ്പത്തിക പ്രശ്നമുണ്ട്. എന്നാലും സ്റ്റെബിലിറ്റി ലൈഫിൽ കൈവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഉള്ളത് മറ്റാർക്കും കൊടുക്കാതെ, മറ്റൊരു വഴിയിലൂടെയും ചിലവാക്കാതെ കണ്ട് കയ്യിൽ അടുക്കി പിടിച്ചിരിക്കുകയാണ്. ഇവിടെയോ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ ഇവിടെ അന്വേഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നല്ല നല്ല വഴികളിലേക്ക് പോകുന്നുണ്ട് ഐശ്വര്യം വരാൻ വേണ്ടി. ഇവിടെ ആ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് സാമ്പത്തികത്തിൻ്റെ ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. സഫലത, സമൃദ്ധിയില്ലെങ്കിൽ സഫലത, ആഗ്രഹം സഫലീകരിക്കുക, അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു, അതാണ്. സാമ്പത്തികം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് വരാനുള്ള കഴിവുണ്ട്. ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. നല്ലപോലെ നിങ്ങൾക്ക് അവയർനെസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു ഉയർച്ചയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ കഴിയുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ പുതിയ തുടക്കമാണ് ലൈഫിൻ്റെ. ആ പുതിയ തുടക്കം നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് എന്ന് കാണാൻ കഴിയുന്നു. ബർഡനാണ്, കണ്ടില്ല, എല്ലാ ഭാരങ്ങളും കൂടെ, മറ്റുള്ളവരുടെ എല്ലാ ഭാരങ്ങളും കൂടെ ഏറ്റെടുത്ത് കഴിയുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട്. അങ്ങനെ എല്ലാ ഭാരങ്ങളും കൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ട യാതൊരാവശ്യവുമില്ല. ആവശ്യത്തിനുള്ള ഭാരം മാത്രം ചുമന്നാൽ മതിയാകും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മറ്റുള്ളവരുടെ വിഴുപ്പുകെട്ടും കൂടെ താങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ. എന്നിട്ട് മതി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത്, അതാണ് പറയുന്നത്. അതുപോലെ ഇവിടെ അവബോധം വരണം നിങ്ങൾക്ക്. ഈ ഒരു അവബോധം നിങ്ങൾക്ക് വരണം. കാരണം എല്ലാ പ്രശ്നങ്ങളിലും തലയിട്ട് അവിടെ നിന്ന് കൂടുതൽ വഷളാക്കാതെ മുന്നോട്ട് വരാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ യാത്ര പോകാൻ, ഒന്നിച്ചൊരു ഉല്ലാസയാത്ര പോകാനുള്ള ആൾക്കാരുടെ എനർജിയാണ്. പുതിയ തുടക്കത്തിലേക്ക് വരുന്നുണ്ട്. പുതിയ തുടക്കത്തിലേക്ക് ഒരു ലൈഫ് വരുമ്പോൾ ഇവിടെ പുതിയ തുടക്കമാണ് 10 ഓഫ് വാൻസ് എന്ന് പറയുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് പുതിയ തുടക്കത്തിൽ സമൃദ്ധിയിലേക്ക് വരുന്നുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. അവയർനെസ് വന്നിട്ട് നിങ്ങൾക്കൊരു സമൃദ്ധി വരുന്നുണ്ട്. ഇവിടെ ഒന്നിച്ചൊരു ലൈഫിലേക്ക്, പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന എനർജി, പുതിയ ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ, പുതിയ സാഹചര്യങ്ങളുമായിട്ടുള്ള കണക്ഷൻ. എവിടെയാണോ മറ്റൊരു നാട്ടിലേക്കായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കണക്റ്റ് ആകുന്നത്. അങ്ങനെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നാണ് പറയുന്നത്. ഇന്നർ വോയിസ് കണ്ടില്ലേ, ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇവിടെ ഒഴുക്കിനനുസരിച്ച് നീന്തണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ അവയർനെസ് വേണം. ഇന്നർ വോയിസ് കേൾക്കണം, അല്ലേ? ഇന്നർ വോയിസ് കേൾക്കുന്നത് എപ്പോഴാണ്? സ്പിരിച്വലി കണക്റ്റ് ആകുമ്പോഴാണ് ഇന്നർ വോയിസ് കേൾക്കുന്നത്. എനിക്കൊരു സോളുണ്ട്, എൻ്റെ ആ സോളിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, സന്തോഷകരമായ ചില കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്നർ വോയിസ് ഉണ്ടാകുന്നത്. എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാവും. എന്തെങ്കിലും കുഴഞ്ഞു പറഞ്ഞ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ആ ഒരു ഇന്നർ വോയിസ്, ഉൾവിളി നിങ്ങൾക്ക് കേൾക്കുന്നത് എപ്പോഴാണ്? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുമ്പോഴാണ്. അവയർനെസ് കിട്ടുക, തിരിച്ചറിവുണ്ടാകുന്നത് എപ്പോഴാണ്? സ്പിരിച്വലി കണക്റ്റ് ആകുമ്പോഴാണ്, ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്നർ വോയിസ് ലഭിക്കുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ആ ഇന്നർ വോയിസിലൂടെ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ഗോയിങ് വിത്ത് ദ ഫ്ലോ, കണ്ടില്ലേ, മുന്നോട്ട് ഫ്ലോ അനുസരിച്ച്, ഒഴുക്കിനനുസരിച്ച് നീന്താൻ പഠിക്കൂ എന്നാണ് പറയുന്നത്. ഒഴുക്കിനനുസരിച്ച് നീന്തിയാലല്ലേ നമുക്ക് കര കയറാൻ പറ്റൂ. ഒഴുക്കിനെതിരായിട്ട് നീന്തി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ചിലപ്പോൾ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഒഴുക്കിനനുസരിച്ച് നീന്തൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, 3 ഓഫ് സോഡ്. ഈ 3 ഓഫ് സോഡിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഹീലായിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ട്രീ ആണ്. കണ്ടില്ലേ, ഫാമിലി മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കതിനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഫാമിലി മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഒത്തൊരുമിച്ച് നിൽക്കുക. മനസ്സിലായില്ലേ? കുടുംബം ഇമ്പമുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൽ ഇമ്പം കലർത്താൻ ശ്രമിക്കുക, ഇമ്പം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. ഇവിടെ അങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെയും വന്നിരിക്കുന്നത് ട്രീ ആണ്. കണ്ടില്ലേ, ഇവിടെ 2 ട്രീസ് വന്നിട്ടുണ്ട്. ഇവിടെയും പറയുന്നത് അതുതന്നെയാണ്, കൂടിച്ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ വി ആർ ദ വേൾഡ്. നിങ്ങൾക്ക് ഒരു ലൈഫിലേക്ക്, പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കും. സന്തോഷകരമായ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത്. സ്റ്റാറും മാലാഖയും ഉണ്ട്, ഏഞ്ചലും ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത്. ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ, ഇതേ തന്നെ അനുഗ്രഹം. ഈ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക്, ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഹെൽത്തും വെൽത്തും ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകുന്ന ഒരു സമയമാണ് എന്ന് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇവിടെ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. കണ്ടല്ലേ, ഇവിടെ ഹൈ പ്രിസ്റ്റസ് എനർജി, അതുപോലെ തന്നെ ഇന്നർ വോയിസ് കേൾക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണ്, ദൈവാനുഗ്രഹമാണ് ഇവിടെയും പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കീ സക്സസിൻ്റെയാണ് ഈ കീ. കണ്ടില്ലേ, കീ ടു സക്സസ് എന്ന് പറയുമ്പോൾ സക്സസിൻ്റെ കീ ആണിത്. ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഇവിടെ അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് അബണ്ടൻസ്, പ്രോസ്പെറിറ്റി ഒക്കെ വരാനുള്ള സമയമായിരിക്കുന്നു. അത് നിങ്ങൾക്ക് സ്വീകരിച്ചാൽ മാത്രം മതിയാകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെയും ഏഞ്ചലാണ് പറയുന്നത്. ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ സ്റ്റാർ ആവാനുള്ള പദവി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഇവിടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ ഷൂ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ പാദങ്ങൾക്ക് പ്രൊട്ടക്ഷൻ. നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ആയിരിക്കുക. എപ്പോഴും പ്രകൃതി ആസ്വദിക്കണം. എപ്പോഴും നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നപാതരായിട്ട് നമ്മൾ ഭൂമിയിൽ കൂടി കുറച്ചൊന്ന് നടക്കാൻ ശ്രമിക്കുക. രാവിലെ വൈകിട്ടൊക്കെ 10 മിനിറ്റെങ്കിലും നിങ്ങൾ മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കും തീർച്ചയായിട്ടും. ഇവിടെ ഈഗിളാണ് വന്നിരിക്കുന്നത്. ഈഗിൾ പറയുന്നത് എന്താണ്, നിങ്ങൾ എന്തിനെ ഫോക്കസ് ചെയ്തു പോകുന്നുണ്ടോ, ഏത് ലക്ഷ്യത്തെയാണോ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്, അതിനെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു ലക്ഷ്യം വേണം. ഈഗിളിന് എന്താണ്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് അത് പറക്കുന്നത്. അപ്പോൾ അതിനെ താഴെ കാണുന്ന ഭക്ഷ്യ സാധനങ്ങളെയൊക്കെ കൊത്തിയെടുത്ത് പറക്കാനുള്ള കഴിവ് വരുന്നത് എങ്ങനെയാണ്? ആ ഒരു കഴിവ് നിങ്ങൾക്കുമുണ്ടെങ്കിൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തെ നേടിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ജീവിതം വിജയിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. നല്ല മടി വിചാരിച്ചിരിക്കരുത് എന്നാണ്. ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അവിടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു ശ്രദ്ധയിലൂടെയാണ് ഇത് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടോർട്ടോയ്സാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ മെല്ലെ പോയാൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിനും പതുക്കെ പോകുക, മെല്ലെ പോവുക. മെല്ലെ തിന്നാൽ പതിയെ തിന്നാൽ പനയും തിന്നാം, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഏത് കാര്യത്തിലും ധൃതി പിടിച്ചൊരു നീക്കത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അങ്ങനെ ധൃതി പിടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തളർച്ച അനുഭവപ്പെടും. ഇവിടെ സമാധാനപരമായിട്ട് പോയി കഴിഞ്ഞാലോ നിങ്ങൾക്കത് നേടാൻ കഴിയും. നിങ്ങൾക്ക് കൂടുതൽ ശാന്തത നിങ്ങളിലേക്ക് വരും, മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ
റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. വീണ്ടും എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.